90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദിയിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,000-ൽ താഴെയായി. 379 കോവിഡ് കേസുകളും 23 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. റിയാദിൽ 24-ഉം ജിദ്ദയിൽ 11-ഉം കോവിഡ് കേസുകൾ മാത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 379 കോവിഡ് കേസുകളും 570 രോഗമുക്തിയും 23 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ 3,36,766-ഉം രോഗമുക്തരായവരുടെ എണ്ണം 3,22,055-ഉം മരണസംഖ്യ 4,898-മായി ഉയർന്നു. 95.63% രോഗമുക്തി നിരക്ക്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,813-ആയി കുറഞ്ഞു. ഇതിൽ 938 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 47,179 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം ഇതോടെ 67,25,148-ആയി വർദ്ധിച്ചു. മദീനയിൽ 82-ഉം ഹുഫൂഫിൽ 31-ഉം യാംബുവിൽ 25-ഉം മക്കയിൽ 25-ഉം റിയാദിൽ 24-ഉം ദമാമിൽ 23-ഉം ജിദ്ദയിൽ 11-ഉം കോവിഡ് കേസുകളാണ് പുതുതായി സ്ഥിരീകരിച്ചത്. റിയാദിലും ജിദ്ദയിലും 3 വീതവും മക്ക, ജിസാൻ, അബഹ, നജ്റാൻ എന്നിവിടങ്ങളിൽ 2 വീതവും കോവിഡ് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഹുഫൂഫ്, തായിഫ്, ദമാം, ബുറൈദ, ഹായിൽ, ഹഫ്രൽബാത്തിൻ, അബു അരീഷ്, അൽറാസ്, തുറൈഫ് എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 42% സ്ത്രീകളാണ്. പുതിയ കോവിഡ് ബാധിതരിൽ 10% കുട്ടികളും 5% പ്രായം ചെന്നവരുമാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. UAE-യിൽ ഇന്ന് 932 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർച്ചയായ 5 ദിവസത്തിന് ശേഷമാണ് 1000-ന് താഴെ പ്രതിദിന കോവിഡ് കേസുകൾ രാജ്യത്ത് സ്ഥിരീകരിക്കുന്നത്. തുടർച്ചയായ 5 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് രാജ്യത്ത് 1000-ന് താഴെ എത്തി കോവിഡ് പോസിറ്റീവ് കേസുകൾ. ഇന്ന് 932 പേർക്കാണ് UAE-യിൽ COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 99,733-ആയി. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി മരിച്ചതായും UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 429-ആയി. അതേസമയം 1,287 പേരാണ് ഇന്ന് സുഖം പ്രാപിച്ചത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 89,410-ആയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 9,894 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 87,669 പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി. രാജ്യത്ത് ഇതുവരെ 10.2 മില്യണിൽ പരം പരിശോധനകളാണ് ഇതുവരെയും നടത്തിയത്. ഐശ്വര്യ, 24 ദുബായ്. കുവൈറ്റിൽ ഇന്ന് 567 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 567 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,07,592-ആയി. രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 4 പേർക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 62 മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം 628-ആയി. അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണം നോക്കിയാൽ 509 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 99,549-ആയി. നിലവിൽ 7,415 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 129 പേർ മാത്രമാണ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളതെന്നും ഇതുവരെയായി 7,61,025 പരിശോധനകൾ നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം രാജ്യത്ത് ശൈത്യകാലത്തുണ്ടാകാനിടയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെ 450ഓളം ആരോഗ്യ പ്രവർത്തകർ ക്യാമ്പയിനിന്റെ ഭാഗമാവും. അസുഖബാധിതർക്കും പ്രായം കൂടിയവർക്കും പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾക്കും ക്യാമ്പയിനിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും ഈ സീസണൽ വാക്സിനേഷന് കോവിഡ് പ്രതിരോധവുമായി ബന്ധമില്ലെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 24 കുവൈറ്റ്. ഖത്തറിൽ ഇന്ന് കോവിഡ് കേസുകളിൽ നേരിയ വർധനയുണ്ടായി. 24 മണിക്കൂറുടെ 194 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 189 പേർ മാത്രമാണ് രോഗമുക്തരായതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 14 പേർ യാത്രക്കാരാണ്. 180 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. രാജ്യത്ത് ഇതുവരെ 1,23,664 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇന്ന് ഖത്തറിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ മരണം 216-ആണ്. ഖത്തറിൽ നിലവിൽ ചികിത്സയിലുള്ളത് 2,812 പേരാണ്. 377 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 59 പേരാണ് തീവ്രപരിചരണത്തിലുള്ളത്.
ഇന്ന് 5 പേരെ കൂടി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 24 മണിക്കൂറിനിടെ 4751 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 8,519,000 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. കോവിഡ് രോഗികളുടെ ചികിത്സക്കായി സജ്ജീകരിച്ച ലെപ്സിയർ ഫീൽഡ് ആശുപത്രിയിലെ അവസാന രോഗിയെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. ബഹ്റൈനിൽ 352 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ പ്രവാസികളാണ്. 254 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 53 വയസ്സുള്ള സ്വദേശി വനിതയാണ് മരിച്ചത്. 662 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ 544 പേർക്ക് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 8 പേരാണ് രാജ്യത്ത് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചത്. ആശുപത്രികളും തീവ്രപരിചരണ വിഭാഗങ്ങളും പരമാവധി ശേഷിയിലേക്ക് അടുക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാനിൽ ഇന്ന് 544 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,1814 കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 8 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 985 ഉയർന്നു. 304 പേർ സുഖം പ്രാപിച്ചതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ 90,600 പേർ രോഗമുക്തി നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 207 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. അതേസമയം ഒമാനിൽ കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നതായും ആശുപത്രികളും തീവ്രപരിചരണ വിഭാഗങ്ങളും നിറയുന്നതായും ആരോഗ്യമന്ത്രി അഹമ്മദ് അൽ സയ്യിദി പറഞ്ഞു. ഞായറാഴ്ച 210 രോഗികളാണ് തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായിരുന്നത്. കോവിഡ് വ്യാപനം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. രാജ്യത്തെ ആശുപത്രികൾ പരമാവധി ശേഷിയിലേക്ക് അടുക്കുകയാണെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക മേഖലയുടെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കൂടുതൽ നഴ്സുമാരെയും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഫീൽഡ് ആശുപത്രിയോട് ചേർന്ന് തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഐശ്വര്യ, 24 ഒമാൻ. ഒമാനിൽ ആദ്യ കോവിഡ് ഫീൽഡ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നമില്ലാത്ത കോവിഡ് ബാധിതരെയാണ് ഇവിടെ ചികിത്സിക്കുക. കോവിഡ് ചികിത്സാ സംവിധാനം വികസിപ്പിച്ചുകൊണ്ട് ഒമാനിലെ ആദ്യ ഫീൽഡ് ആശുപത്രി ഇന്ന് തുറന്നു. പഴയ മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒരുക്കിയ ഫീൽഡ് ആശുപത്രി മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗുരുതര ആരോഗ്യ പ്രശ്നമില്ലാത്ത കോവിഡ് രോഗികളെയാണ് ഇവിടെ ചികിത്സിക്കുക. 312 കിടക്കകൾ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇവിടെ ആദ്യഘട്ടത്തിൽ 100 കിടക്കകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഇത് സുസജ്ജമായ ആശുപത്രിയാക്കി മാറ്റാൻ സാധിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി പറഞ്ഞു. 2 മാസത്തിൽ കുറഞ്ഞ സമയം കൊണ്ടാണ് ഫീൽഡ് ആശുപത്രി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒമാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സജ്ജീകരണമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 6100 സ്ക്വയർ മീറ്റർ സ്ഥലത്തായിട്ടാണ് ആശുപത്രി ഒരുക്കിയിട്ടുള്ളത്. ലഘുവായ ലക്ഷണങ്ങൾ ഉള്ളവർ മുതൽ ഇടത്തരം ലക്ഷണങ്ങൾ ഉള്ളവരെ പ്രവേശിപ്പിക്കാവുന്ന റെഫറൻസ് ആശുപത്രിയായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. താൽക്കാലിക പരിചരണ കേന്ദ്രം, ഫാർമസി, കോവിഡ് കേസുകൾക്കായുള്ള ലബോറട്ടറി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയും ഫീൽഡ് ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള 30 ഡോക്ടർമാർ, 115 നഴ്സുമാർ, 7 ലബോറട്ടറി ടെക്നീഷ്യന്മാർ, 7 ഫാർമസി അസിസ്റ്റന്റുമാർ, 7 റേഡിയോളജി ടെക്നീഷ്യന്മാർ എന്നിവരും ഫീൽഡ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 24 ഒമാൻ. സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വന്ദേ ഭാരത് മിഷന്റെ 7ാം ഘട്ട വിമാന സർവീസുകൾ ആരംഭിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം 24 വരെ 28 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. 28 വിമാന സർവീസുകളിൽ 19ഉം കേരളത്തിലേക്കാണ്. ഇന്നാരംഭിച്ച 7ാം ഘട്ടത്തിൽ ആദ്യ വിമാനം ദമാമിൽ നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. റിയാദിൽ നിന്ന് 8ഉം ദമാമിൽ നിന്ന് 11 സർവീസും കേരളത്തിലേക്ക് നടത്തും. റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 1ഉം കൊച്ചിയിലേക്ക് 3ഉം സർവീസ് നടത്തും. കണ്ണൂരിലേക്ക് 1ഉം കോഴിക്കോടേക്ക് 3ഉം സർവീസുകളാണ് റിയാദിൽ നിന്നുള്ളത്. ദമാമിൽ നിന്ന് തിരുവനന്തപുരം, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് 3 വീതം സർവീസ് നടത്തും. ദമാം കോഴിക്കോട് സെക്ടറിൽ 1 സർവീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 24-ാം തീയതി വരെ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ പട്ടികയിൽ ജിദ്ദയിൽ നിന്ന് സർവീസ് ഉണ്ടാവില്ല. 3 സർവീസ് വീതം മംഗലാപുരം, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് നടത്തും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എയർലൈൻ ഓഫീസിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് വാങ്ങാമെന്നും എംബസി അറിയിച്ചു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്.
കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 7ാം ഘട്ടത്തിന്റെ ഭാഗമായി 21 സർവീസുകൾ ഉണ്ടാകും. ഒക്ടോബർ 5 മുതൽ 31 വരെ ഇൻഡിഗോ എയർലൈൻസ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തും. സർവീസുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് രാവിലെ 10:45-നും, കോഴിക്കോട്ടേക്ക് 11:55-നും, കൊച്ചിയിലേക്ക് ഉച്ചയ്ക്ക് 1:55-നും, കണ്ണൂരിലേക്ക് വൈകിട്ട് 4:55-നുമായിരിക്കും വിമാനങ്ങൾ. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ പരിശോധനകൾ ശക്തമാക്കി UAE. നിയമലംഘകരെ പിടികൂടാൻ എല്ലാ എമിറേറ്റിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ രാജ്യത്തെ എല്ലാ എമിറേറ്റിലും പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി UAE ദേശീയ ദുരന്ത നിവാരണ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 സംഘത്തെയാണ് പരിശോധനയ്ക്കായി രൂപീകരിച്ചിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്താൻ പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുകയാണെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി വക്താവ് ഡോക്ടർ സൈഫ് അൽ ദാഹിരി പറഞ്ഞു. 7 സംഘങ്ങളെ രൂപീകരിച്ചതായും ഓരോ സംഘം ഓരോ എമിറേറ്റിലെ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക തലത്തിലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. പോലീസ് ഏജൻസികളാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. കൂടാതെ മുനിസിപ്പാലിറ്റികൾ, വാണിജ്യ വികസന വകുപ്പ് എന്നിവയും ഓരോ എമിറേറ്റിലും പരിശോധനകൾ നടത്തി പിഴ ചുമത്തുന്നുണ്ട്. നിയമലംഘനം കാരണം കോവിഡ് കേസുകൾ ഉയരാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൊതുജന സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നും ഡോക്ടർ സൈഫ് അൽ ദാഹിരി വ്യക്തമാക്കി. ഐശ്വര്യ, 24, അബുദാബി. UAE സർക്കാർ, അർദ്ധ സർക്കാർ ഗാർഹിക തൊഴിലുകളിലേക്കുള്ള വീസ അനുവദിച്ചു തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ വീസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഗാർഹിക തൊഴിലുകളിലേക്കടക്കം വിസ അനുവദിക്കുന്നത് UAE താൽക്കാലികമായി നിർത്തിവച്ചത്. ഗാർഹിക തൊഴിലാളികൾക്ക് പുറമെ UAEയിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള വിസകളും അനുവദിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചായിരിക്കും നടപടികൾ എന്നും UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ WOM റിപ്പോർട്ട് ചെയ്തു. അതേസമയം രാജ്യത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ICA.gov.ae എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കണമെന്നും കോവിഡ് വ്യാപനം തടയുന്നതിന് ഏർപ്പെടുത്തിയ PCR പരിശോധന ഉൾപ്പെടെ നിർബന്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ UAEയിൽ മാർച്ച് 1-നും ജൂലൈ 11-നുമിടയിൽ വിസ കാലാവധി അവസാനിച്ചവർ ഒക്ടോബർ 11-നകം പുതുക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഞായറാഴ്ചയ്ക്ക് ശേഷവും വിസ പുതുക്കാതെ രാജ്യത്ത് തുടരുന്നവർക്ക് പിഴ ഈടാക്കുമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിട്ടുണ്ട്. 24 ദുബായ്. ഇറാനെതിരെ അന്താരാഷ്ട്ര സമൂഹം നടപടിക്ക് തയ്യാറാവണമെന്ന് സൗദി. ഇറാന്റെ ആണവായുധ നിർമ്മാണ നീക്കങ്ങൾ തടയുന്നതിനും കരാർ ലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും നടപടി അത്യാവശ്യമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനത്തിൽ UN വെർച്വൽ യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചതും. ഇറാന്റെ അന്താരാഷ്ട്ര കരാർ ലംഘനങ്ങളെ പ്രതിരോധിക്കുന്നതിന് ലോക സമൂഹം തയ്യാറാവണമെന്നും ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കുന്നതിന് ഇറാനെ നിർബന്ധിതമാക്കണമെന്നും മന്ത്രി UN രാഷ്ട്ര പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. ആണവായുധം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ലോക സമൂഹം ഐക്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നിയമവിരുദ്ധമായി തീവ്രവാദ സംഘങ്ങൾക്ക് ധനസഹായവും ആയുധങ്ങളും നൽകി അന്താരാഷ്ട്ര സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തണമെന്നാണ് തന്റെ രാഷ്ട്രത്തിന്റെ നിലപാടെന്നും സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. സുബൈറുദ്ദീൻ, 24, ദമാം. ഉംറ തീർത്ഥാടകർ ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ് എന്നിവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. മാസ്ക് ധരിക്കുന്നതും അകലം പാലിക്കുന്നതും ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉംറ തീർത്ഥാടകർ എല്ലാ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഉംറ നിർവഹിക്കുന്നതിന് 10 ദിവസം മുമ്പെങ്കിലും സീസണൽ ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ് എന്നിവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. കൈകൾ ഇടയ്ക്ക് 20 സെക്കൻഡ് വീതം കഴുകി അണുമുക്തമാക്കുക, മറ്റുള്ളവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, മുടി നീക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുമുക്തമാക്കുക, കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്ത ആശുപത്രി സന്ദർശിക്കുകയോ ആരോഗ്യവകുപ്പിന്റെ 937 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ചെയ്യുക തുടങ്ങിയവയും തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിലുണ്ട്. മാസ്ക് ഒഴിവാക്കുന്നതും ശ്രദ്ധിച്ചു വേണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഉംറയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമില്ലെങ്കിലും മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചത്. കോവിഡ് ലക്ഷണമുള്ളവർ ഒരു കാരണവശാലും ഉംറ നിർവഹിക്കരുതെന്ന് ആരോഗ്യവകുപ്പും ഹജ്ജ് ഉംറ മന്ത്രാലയവും നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്.
സുരക്ഷിതമായി കർമ്മങ്ങൾ നിർവഹിക്കാനും മറ്റുള്ള തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ആരോഗ്യ മുൻകരുതൽ വേണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. 24 ജിദ്ദ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാ ഒരുക്കങ്ങളും മക്കയിലെ ഹറം പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഹറം പള്ളിയിൽ പ്രവേശിക്കുന്നത് മുതൽ പുറത്തിറങ്ങുന്നതുവരെ നിശ്ചിത ട്രാക്കിലൂടെ മാത്രമേ കർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ഉംറ നിർവഹിക്കുന്ന തീർത്ഥാടകർക്ക് സംഗമിക്കാനായി 5 കേന്ദ്രങ്ങളാണ് ഹറം പള്ളിക്ക് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടകർ കൃത്യസമയത്ത് നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണം. ഓൺലൈൻ വഴി ലഭിച്ച എൻട്രി പാസ് ഇവിടെയുള്ള അധികൃതരെ കാണിക്കണം. ശേഷം തീർത്ഥാടകർക്ക് കയ്യിൽ കെട്ടാൻ ഒരു വള ലഭിക്കും. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെയും ഹറം കാര്യവിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ക്യൂ പാലിച്ച് ഹറം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നു. ബാരിക്കേഡുകൾ തീർത്ത് തീർത്ഥാടകർക്ക് പ്രവേശിക്കാനായി മാത്രം തയ്യാറാക്കിയ വഴിയിലൂടെ കൃത്യമായ അകലം പാലിച്ചും മാസ്ക് ധരിച്ചുമാണ് വിശുദ്ധ കഅബക്കരികിലേക്ക് നീങ്ങുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോവിഡ് ലക്ഷണമുണ്ടോ എന്നറിയാൻ ശരീരോഷ്മാവ് പരിശോധിക്കുന്നു. തീർത്ഥാടകർ ധരിച്ചിരിക്കുന്ന വളയുടെ അതേ നിറത്തിലുള്ള ട്രാക്കിലൂടെ ഹറം പള്ളിയിൽ പ്രവേശിച്ച് അതേ ട്രാക്കിലൂടെ നടന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കണം. ഏത് കേന്ദ്രത്തിൽ നിന്നാണോ ഹറം പള്ളിയിലേക്ക് പുറപ്പെട്ടത് അതേ കേന്ദ്രത്തിൽ തിരിച്ചെത്തുന്നതുവരെ വള ധരിക്കണമെന്നാണ് നിർദ്ദേശം. സംസം വെള്ളം ബോട്ടിലുകളായി തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയാണ്. വിശുദ്ധ കഅബ, ഹജറുൽ അസ്വദ്, ഇബ്രാഹിം മക്കാം, ഹിജ്ർ ഇസ്മായിൽ തുടങ്ങിയവ സ്പർശിക്കാതിരിക്കാനും അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാനും ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. അകലം പാലിച്ച് കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഹറം പള്ളിയിലുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. എംബസിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ട്വിറ്റർ അക്കൗണ്ടിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. പണം തട്ടാനുള്ള ശ്രമമാണ് ട്വീറ്റിന് പിന്നിലെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കി. സപ്പോർട്ട് ഇന്ത്യൻ എംബസി എന്ന പേരിൽ ട്വിറ്റർ അക്കൗണ്ടും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ 20@yahoo.com എന്ന ഇമെയിൽ ഐഡിയും ഉപയോഗിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടക്കുന്നത്. ഇത് രണ്ടും എംബസിയുടേതല്ല. സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കെണിയിലാക്കാനാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രമം. ഇന്ത്യൻ പ്രവാസി സമൂഹം വഞ്ചിതരാകരുതെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. www.eoiriyadh.gov.in എന്ന വെബ്സൈറ്റിൽ ഔദ്യോഗിക ഇമെയിൽ വിലാസം, ടെലിഫോൺ നമ്പർ, ട്വിറ്റർ, ഫേസ്ബുക്ക് ID എന്നിവ ലഭ്യമാണ്. എംബസിയുടെ ഔദ്യോഗിക ഇമെയിൽ വിലാസം അവസാനിക്കുന്നത് @mea.gov.in എന്നാണെന്നും എംബസി അറിയിച്ചു. മെയ് മാസം ക്രിയേറ്റ് ചെയ്ത ട്വിറ്റർ അക്കൗണ്ടാണ് പ്രചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുടെ ട്വീറ്റുകൾ വ്യാജ ട്വിറ്റർ അക്കൗണ്ടിൽ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിൽ IT മേഖല സ്വദേശിവൽക്കരിക്കുന്നു. ഈ മേഖലയിൽ 7000 റിയാൽ വരെ ശമ്പളം നൽകി സ്വദേശികളെ ജോലിക്ക് വയ്ക്കാനാണ് നിർദ്ദേശം. സ്വകാര്യ മേഖലയിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT തസ്തികകൾ സ്വദേശിവൽക്കരിക്കാനാണ് സൗദി മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം. സ്വദേശി യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ റാജി അറിയിച്ചു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT എഞ്ചിനീയറിംഗ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ് ആൻഡ് അനലൈസിസ്, ടെക്നിക്കൽ സപ്പോർട്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലാണ് സൗദിവൽക്കരണം നടപ്പിലാക്കുന്നത്. 5 അതിൽ കൂടുതലോ പേർ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാകുക. ഇതുവഴി കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മേഖലയിൽ 9000 സ്വദേശികൾക്ക് പുതുതായി ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ടെക്നിക്കൽ തസ്തികകളിൽ ചുരുങ്ങിയത് 5000 റിയാലും സ്പെഷ്യലൈസ്ഡ് തസ്തികകളിൽ ചുരുങ്ങിയത് 7000 റിയാലും ശമ്പളം നൽകാനും നിർദ്ദേശമുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയാണ് ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച വരെ ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും സിവിൽ ഡിഫൻസ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ജസാൻ, അസീർ, അൽബാഹ, പടിഞ്ഞാറൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത. ചില പ്രദേശങ്ങളിൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. മദീനയിൽ ഇടിയോടുകൂടിയ മഴയും കാറ്റും അനുഭവപ്പെടും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മുന്നോടിയായി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പരിസ്ഥിതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. ഹായിൽ, അൽജൌഫ് എന്നിവിടങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും. പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഹ്രസ്വദൃഷ്ടി വാഹന ഗതാഗതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മഴയെ തുടർന്ന് താഴ്വരകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകും. ഇവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നത് ഒഴിവാക്കണം. ശക്തമായ മഴയിൽ വാഹനം ഓടിക്കുന്നവർ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. ഔദ്യോഗിക അറിയിപ്പുകളും മാർഗനിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്.
കോവിഡ് കാലത്തെ വിമാനയാത്രാ പ്രശ്നം പരിഹരിക്കാൻ 3 മാസത്തിലധികമായി കിഴക്കൻ പ്രവിശ്യ KMCCയുടെ മേൽനോട്ടത്തിൽ ദമാമിൽ നിന്നും കേരളത്തിലേക്ക് നടത്തിവന്ന ചാർട്ടേഡ് വിമാന സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. വന്ദേ ഭാരത് മിഷൻ അടക്കമുള്ള വിമാന സർവീസ് ടിക്കറ്റുകൾ ട്രാവൽസുകൾ മുഖേന ലഭ്യമാക്കി തുടങ്ങിയ സാഹചര്യത്തിലാണ് ട്രാവൽ ഡെസ്ക് പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. കോവിഡ് കാല ലോക്ഡൌൺ മൂലം പ്രതിസന്ധിയിലായവരുടെ വിമാനയാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ 3 മാസത്തിലധികമായി കിഴക്കൻ പ്രവിശ്യ KMCCയുടെ മേൽനോട്ടത്തിൽ വിവിധ KMCC ഘടകങ്ങൾ നടത്തിവന്ന ചാർട്ടേഡ് വിമാന സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായാണ് ഭാരവാഹികൾ വ്യക്തമാക്കിയത്. വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസ് ടിക്കറ്റുകൾ ട്രാവൽസുകൾ മുഖേന ലഭ്യമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതെന്നും ഇവർ അറിയിച്ചു. ട്രാവൽ ഹെൽപ്പ് ഡെസ്കിലേക്ക് വരുന്ന യാത്രാ അന്വേഷണങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി ബോധവൽക്കരിക്കാൻ ട്രാവൽ ഡെസ്ക് സന്നദ്ധ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കോവിഡ് കാലത്ത് ഏറെ പ്രയാസത്തിലായ മലയാളി പ്രവാസികൾക്കായി KMCC കിഴക്കൻ പ്രവിശ്യ ഒരുക്കിയത് 13 ചാർട്ടേഡ് വിമാന സർവീസുകൾ. ഇതുവഴി നാടണഞ്ഞതാകട്ടെ 10,000ങ്ങളും. ഇതിനൊപ്പം ഏറെ ദുരിതത്തിലായ നൂറുകണക്കിന് പ്രവാസികളെ സൗജന്യ ടിക്കറ്റുകൾ നൽകി കുടുംബത്തിലേക്ക് തിരികെ അയക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യവും ഇവർക്കുണ്ട്. നാട്ടിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിൽ സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും പ്രവിശ്യ KMCC ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സുബൈറുദ്ദൂർ 24 ദമാം. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ 4ാം എഡിഷൻ ഒക്ടോബർ 30-ന് ആരംഭിക്കും. 30 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടി നടക്കുന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ 4ാം എഡിഷന് ഒക്ടോബർ 30-ന് തുടക്കമാകും. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേതൃത്വം നൽകുന്നതാണ് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സിന്റെയും ഉടമകളായി ജനങ്ങളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2017-ലാണ് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് ആരംഭിച്ചത്. പൊതുജനങ്ങളെ ഊർജ്ജസ്വലരാക്കി ഐക്യപ്പെടുത്തുകയാണ് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ലക്ഷ്യം. സാമൂഹിക അകലം പാലിച്ച് ഉയർന്ന നിലയിലുള്ള COVID-19 സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുള്ള വെർച്വൽ ഫിസിക്കൽ പരിപാടികളുടെ സമന്വയമായിരിക്കും ഇപ്രാവശ്യത്തെ പരിപാടികൾ. തുടർച്ചയായി 30 ദിവസം 30 മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതു പ്രായത്തിലുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം. ദുബായ് ഫിറ്റ്നസ് ആപ്പിലൂടെയും ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് വെബ്സൈറ്റിലൂടെയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. 30 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് നവംബർ 28-ന് സമാപിക്കും. ഐശ്വര്യ 24 ദുബായ്. കോവിഡ് കാലത്ത് റദ്ദ് ചെയ്യപ്പെട്ട വിമാന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് നൽകാനുള്ള സുപ്രീം കോടതി വിധി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമെന്ന് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ്. മുഴുവൻ തുകയും റീഫണ്ട് നൽകാത്ത വിമാന കമ്പനികളുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു. ഹർജിയിൽ നിലപാട് തിരിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി പുറത്തുവന്നിരിക്കുന്നത് എന്നും പ്രവാസി ലീഗൽ സെൽ പ്രതിനിധികൾ അറിയിച്ചു. ജിദ്ദയിൽ മലയാളി പൊതുപ്രവർത്തകൻ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശി ഷാജി ഗോവിന്ദാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ഷാജി ഗോവിന്ദ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സെന്ററിൽ ന്യൂമോണിയ ചികിത്സയിലായിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിലായിരുന്നു ജോലി. OICC പത്തനംതിട്ട ജില്ലാ സംഘം തുടങ്ങിയ സംഘടനകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. ജിദ്ദയിലെ മലപ്പുറം സൗഹൃദവേദി സംഘടിപ്പിച്ച ഈദ് ഫണ്ട് 2020 മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്വിസ് മത്സരത്തിൽ സലീന മുസാഫിറും ചിത്രരചന മത്സരത്തിൽ നൈന ഫാത്തിമ, മുഹമ്മദ് ആദിൽ, സഫ എന്നിവരും വിജയികളായി. നൂറുന്നീസ ബാബയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ UM ഹുസൈൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്ന റഫീഖ് കലയത്ത്, ഷക്കീല എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. +2 SSLC പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൗഹൃദവേദിയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൗദിയിലെ തബൂക്ക് മലയാളം മിഷൻ മലയാളി വിദ്യാർത്ഥികൾക്കായി വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കവിതാ പാരായണത്തിൽ ലെന എൽസ ബിനുവും പ്രസംഗത്തിൽ ജോയൽ സി ടൈറ്റസും വായനാ മത്സരത്തിൽ അതിഥി രമേശും ജേതാക്കളായി. ഓൺലൈൻ വഴി നടന്ന മത്സരങ്ങൾ മലയാളം മിഷൻ സൗദി ചാപ്റ്റർ സെക്രട്ടറി താഹ കൊല്ലയത്ത് ഉദ്ഘാടനം ചെയ്തു. തബൂക്ക് മേഖലാ കോർഡിനേറ്റർ ഉബൈസ് മുസ്തഫ സ്വാഗതം ആശംസിച്ചു. ഖത്തറിൽ അനുമതിയില്ലാതെ ലഘുലേഖ വിതരണം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് മുനിസിപ്പൽ അധികൃതർ. രാജ്യത്തെ നിയമമനുസരിച്ച് പെർമിറ്റ് ലഭിക്കാതെ വാണിജ്യ ആവശ്യങ്ങൾക്കായി സൗജന്യ ലഘുലേഖകൾ വിതരണം ചെയ്തത് നിയമവിരുദ്ധമാണ്. സാധാരണയായി എവിടെയെങ്കിലും നിർത്തിയിട്ട കാറുകളുടെ ഡോർ ഹാൻഡിലും
വൈപ്പർ ബ്ലേഡുകളിലുമെല്ലാം കമ്പനി പ്രമോഷന്റെ ഭാഗമായുള്ള ഇത്തരം ലഘുലേഖകൾ സ്ഥാനം പിടിക്കാറുണ്ട്. ഖത്തറിലെ നിയമം അനുസരിച്ച് ഇത് പരസ്യമായ നിയമലംഘനമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ എഫ്ഐആറിലെ കുറ്റങ്ങൾക്ക് അനുബന്ധ തെളിവുകൾ അടിയന്തരമായി ഹാജരാക്കണമെന്ന് NIA-യുടെ വിചാരണ കോടതി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടി വരുമെന്നും കോടതി അന്വേഷണ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ കേസിൽ സന്ദീപ് നായരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തി. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായ സ്വപ്ന സുരേഷിന് ഇന്ന് ജാമ്യം ലഭിച്ചു. 60 ദിവസത്തിന് ശേഷവും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതോടെയാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി സ്വപ്ന സുരേഷിന് ജാമ്യം അനുവദിച്ചത്. കേസിലെ ചില പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് NIA കോടതിയുടെ പരാമർശം. പ്രതികൾക്കെതിരായ എഫ്ഐആറിലെ കുറ്റങ്ങൾക്ക് അനുബന്ധ തെളിവുകളും വിശദാംശങ്ങളടങ്ങിയ കേസ് ഡയറിയും ഉടൻ ഹാജരാക്കണമെന്ന് കോടതി NIA-യോട് നിർദ്ദേശിച്ചു. ഇത് ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണക്കടത്തിൽ ലാഭമുണ്ടാക്കിയവരെക്കുറിച്ചും അവരുടെ ബന്ധങ്ങളെക്കുറിച്ചും ഒരു പ്രത്യേക പട്ടിക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സ്വർണ്ണക്കടത്തു കേസിൽ പ്രതി സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. NIA നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇതിനിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചു. 60 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. എന്നാൽ NIA ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയായതിനാൽ സ്വപ്ന സുരേഷിന് ഇപ്പോൾ പുറത്തിറങ്ങാനാകില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇന്നത്തെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. കൂടുതൽ ഗൾഫ് വാർത്തകളുമായി നാളെ ഇതേ സമയം. This is 24 from Flowers Group. 90+ My Tuition ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.